അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായും മാനസികപരമായും ശാരീരികപരമായും എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ പതിവാക്കുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും ഈ ഒരു ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് നീക്കിക്കളയുന്നതാണ്. നമ്മൾ മിക്കവരും ഒന്നുകിൽ ശാരീരികപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും, അല്ലേ? ആ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ഈ ഒരു ദിക്ർ നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ ചെല്ലുന്ന ഈ ഒരു ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാന നിറവേറ്റി തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി ഇൻഷാ ഒന്ന് ഓതി നോക്കിക്കോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തട്ടിക്കളയുന്നതാണ്. ഒരിക്കൽ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ശാരീരികവും മാനസികവും സാമ്പത്തികപരമായും ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ബർക്കത്തുമില്ല. എപ്പോഴും വിഷമവും ദുഃഖവും മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിക്ർ പറഞ്ഞു തരൂ നബിയെ എന്ന് ചോദിച്ചിട്ടാണ് ആ സഹാബി നബിയുടെ അടുക്കലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു. ആ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അസീസുൽ ഹകീം. ഈ ഒരു ദിക്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തത്. നിന്റെ ശാരീരികവും മാനസികവും സാമ്പത്തികപരവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ പതിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പതിവാക്കിക്കോളൂ. ഉറപ്പായിട്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയുന്നതാണ്. ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ദിക്ർ പതിവാക്കുക. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇനി എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാറ്റാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയുക. അള്ളാഹുവിനല്ലാതെ നമ്മുടെ ആവശ്യങ്ങളും ഒന്നും കാണാൻ സാധിക്കുകയില്ല, നേടിത്തരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഫർള് നമസ്കാരങ്ങൾ അഞ്ച് വഖത്ത് ഫർള് നമസ്കാരം കള ആക്കാൻ പാടില്ല, ഒരിക്കലും കള ആക്കാൻ പാടില്ല. അത്രയ്ക്ക് നമസ്കരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കള ആക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരിക്കലും ഈ നമസ്കാരം കള ആക്കാൻ പാടില്ല. മാതാപിതാക്കളെ വെറുപ്പിക്കാൻ പാടില്ല, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ദുആ ചെയ്യുന്നത് വളരെ വേഗത്തിലാക്കി തരും. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പോലും അറിയാത്ത വഴിയിലൂടെ നമുക്ക് എത്തിച്ചു തരും. അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറയുന്ന ഈ ഒരു ദിക്ർ അള്ളാഹുവിനെ മുൻനിർത്തി അള്ളാഹുവിനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ഒരു ദിക്ർ ചൊല്ലിക്കൊള്ളും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം മാറിക്കിട്ടുന്നതാണ്. നമുക്കെല്ലാവർക്കും ഈ ഒരു ദിക്ർ പതിവാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.